ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ മോമോസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കും നല്ല അടിപൊളിയായിട്ട് ഇത് കഴിക്കാനും പറ്റും. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് പെറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പെറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഫില്ലിങ് റെഡി ആവുന്നവരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും മൊമോസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സോസാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ കൂട്ടി കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വിനേഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൊമോസിലേക്ക് വേണ്ട സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബോൺലെസ് ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇത് 3 ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടെടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതധികം കട്ടി കൂടാനും പാടില്ല, എന്നാൽ അധികം തിന്നാവാൻ പാടില്ല. ആ ഒരു പരുവത്തിൽ നമ്മൾ പരത്തിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ടെടുത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ അളവിലാണ് ഇതിൻ്റെ ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മൊമോസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് പ്ലേറ്റ് എടുത്ത് ഈ അറ്റം വരെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇത് റെഡിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളാണ് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാനായിട്ട്. നമ്മൾ സാരിക്കൊക്കെ പ്ലേറ്റ് എടുക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ ഈ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ മൊമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതുണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കിത് എന്തായാലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയധികം ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.